നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിക്കാം. ഒരു ഉമ്മ തൻ്റെ മകന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്ന ഒരു വീഡിയോ. എല്ലാവരും ദുആ ചെയ്യേ, അക്ബറിന് കപ്പടിച്ചു വരാൻ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ഒക്കെ അവരെ കളി പോലെ ഇരിക്കും, ഭാഗ്യം പോലെ ഇരിക്കും. കണ്ടില്ലേ ആ ഉമ്മ സന്തോഷത്തോടു കൂടി എല്ലാവരും ദുആ ചെയ്യ്, എല്ലാവരും ദുആ ചെയ്യുമെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. നോക്കൂ, ഇത്തരത്തിൽ സന്തോഷത്തോടു കൂടി ഒരു ഉമ്മ തൻ്റെ മകന് വേണ്ടി ഇത്തരത്തിൽ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ സ്വാഭാവികമെന്നോണം നമ്മളെല്ലാവരും ചിന്തിക്കും, ആ ഉമ്മയുടെ മകൻ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ എന്തെങ്കിലും ഗുണം ചെയ്യാൻ പോകുന്നോ എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കാമെന്നാണ്. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. നമുക്കറിയാം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി, ആ പരിപാടിയെക്കുറിച്ച് നിരന്തരമായി കൊണ്ട് പല കാര്യങ്ങളിൽ ഞാൻ സംസാരിച്ച വ്യക്തിയാണ്. ഒരു സമൂഹത്തിന് യാതൊരുവിധ ഗുണവുമില്ലാത്ത സമൂഹത്തിനെ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പരിപാടി. ആദില നൂറ എന്ന് പറയുന്ന ലെസ്ബിയൻ കപ്പിൾസിനെ കൊണ്ടുവന്നുകൊണ്ട് ആ ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു ആശയത്തെ നോർമലൈസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു പരിപാടിയിലെ ഒരു കണ്ടസ്റ്റൻ്റാണ് അക്ബർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ വിജയിച്ചു വരാൻ, ആ ചെറുപ്പക്കാരൻ കപ്പടിക്കാൻ, ബിഗ് ബോസ് വിന്നറാവാൻ വേണ്ടി ദുആ ചെയ്യണമെന്നാണ് ആ ഉമ്മ പറഞ്ഞു വെക്കുന്നത്. ആരെ കണ്ടു കഴിഞ്ഞാലും ക്യാമറയും പിടിച്ച് പിന്നാലെ പോകുന്ന കുറേ ഓൺലൈൻ ചാനലുകാരുണ്ട്. അത്തരത്തിൽ ആ ചാനലുകാരന് ആ ഉമ്മ കൊടുത്ത മറുപടിയാണ് നിങ്ങൾ കേട്ടത്. നോക്കൂ, ഉമ്മ നല്ല രീതിയിലൊക്കെ ഇസ്ലാമികമായി കൊണ്ട് തന്നെ നല്ല രീതിയിൽ തട്ടമൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കൂ, ദുആ എന്ന് പറയുന്ന ഒരു വാക്ക് അത് ചില്ലറ വാക്കല്ല. അത് ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. പ്രാർത്ഥനയെക്കുറിച്ച് അഥവാ ദുആയെക്കുറിച്ച് അത് ലോകത്തിലെ ഏറ്റവും വലിയ വജ്രായുധമെന്നാണ് ലോകത്തിൻ്റെ നായകൻ അല്ലാഹുവിൻ്റെ ഹബീബ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറഞ്ഞു വെച്ചത്. അത്തരത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ വലിയ ശക്തിയുള്ള ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സാധാരണയായി നമ്മൾ ദുആ ചെയ്യാറുള്ളത് ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് ചെല്ലുമ്പോൾ, അതായത് ഇപ്പോൾ ആരെങ്കിലും ഹജ്ജിനോ ഉംറയ്ക്കോ പോകുന്ന സമയത്ത് ദുആ ചെയ്യാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്തോ, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ള ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്തൊക്കെയാണ് നമ്മൾ സാധാരണയായി മറ്റുള്ളവരോട് ദുആ ചെയ്യാൻ പറയാറുള്ളത്. പക്ഷെ ഇവിടെ നോക്കൂ, സമൂഹത്തിൽ യാതൊരുവിധ ഗുണവുമില്ലാത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിനെ വഴിതെറ്റിക്കുന്ന അത്തരം ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ വിജയിച്ചു വരുവാൻ വേണ്ടി ആ ഉമ്മ ദുആ ചെയ്യാൻ പറയുന്നു. കാലം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. ഹലാലും ഹറാമും തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ലോകം കടന്നു പോകുന്നത്. ഈ ഭൂമി ലോകത്തെ സുഖസൗകര്യങ്ങൾക്കിടയിൽ ഹലാലും ഹറാമും എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യർ ആ സുഖത്തിൽ ലയിച്ചു പോവുകയാണ്. മറ്റുള്ള ആളുകൾ പോകുന്നതിനനുസരിച്ച് തങ്ങൾക്കും പോകണം. പക്ഷെ അതങ്ങനെ പോകുന്ന സമയത്ത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഇസ്ലാമികമായി കൊണ്ട് തന്നെ അതിന് വിലക്കുകളുണ്ട്. പക്ഷെ ആ വിലക്കുകൾ മുഖവിലക്കെടുക്കാതെ അവരും അത്തരത്തിൽ ആ ഹറാമിൻ്റെ പിന്നാലെ പോവുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി സമൂഹ മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം നാമധാരികളായ പല ആളുകൾ അവർ ചെയ്തു കൂട്ടുന്ന ഹറാമായ കാര്യങ്ങളെ അത് ഹലാലാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇൻഫ്ലുവൻസർമാരും പാട്ടുകാരും അടങ്ങുന്ന മുസ്ലിം നാമധാരികളായ പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞു വയ്ക്കുമ്പോൾ അതാണ് ശരിയെന്നുള്ള ചിന്തയിലേക്ക് വളർന്നു വരുന്ന സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിയും തെറ്റും മനസ്സിലാക്കി ജീവിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആഖിബത്ത് ഒരിക്കലും നന്നാവുകയില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന ഒരു വ്ളോഗർ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് എഴുതിയത്. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു, അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം, അതായത് ദുആ ചെയ്യണം എന്നായിരുന്നു ആ ഒരു പോസ്റ്റ്. പിന്നീട് അത് വിവാദമായപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ ആ ഒരു പോസ്റ്റ്, ആ ദുആ എന്നുള്ള ആ ഒരു വാക്ക് അവിടെ തിരുത്തി അവിടെ അനുഗ്രഹിക്കണമെന്നാക്കി മാറ്റി. നോക്കിയതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത്തരത്തിൽ പല ഹറാമായ കാര്യങ്ങളെയും ഹലാലാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് ചില ആളുകൾ. നോക്കൊരു മുസ്ലിം പേരുള്ളതുകൊണ്ടോ, ഇസ്ലാമികമായ ഒരു വസ്ത്രം ധരിച്ചതുകൊണ്ടോ, തലയിൽ തലപ്പാവുള്ളതുകൊണ്ടോ, താടിയുള്ളതുകൊണ്ടോ, പർദ്ദ ധരിച്ചതുകൊണ്ടോ, നിഖാബും ഹിജാബും ഒക്കെ ധരിച്ചതുകൊണ്ടോ ആരും ഒരു മുസ്ലിമായി മാറില്ല. നമ്മുടെ ഒരു മുസ്ലിമാണെന്ന് നമ്മളെല്ലാവരും തെളിയിക്കേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്, നമ്മുടെ ഇബാദത്തുകളിലൂടെയാണ്, നമ്മുടെ വാക്കുകളിലൂടെയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ഒരു മനുഷ്യൻ മുസ്ലിമായി മാറുകയുള്ളൂ, അല്ലാതെ ആരും മുസ്ലിമായി മാറില്ല. നോക്കി, ഉമ്മ ഈ മകന് വേണ്ടി ദുആ ചെയ്യാൻ പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോയതാണോ? സമൂഹത്തിന് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോയതാണോ? ഒരിക്കലുമല്ല. സമൂഹത്തിനെ വഴികേടിലാക്കുന്നൊരു പരിപാടി, ആ പരിപാടിയിൽ വിജയിച്ചു വരുവാൻ വേണ്ടി ആ ഉമ്മ ദുആ ചെയ്യാൻ പറയുന്നു. നോക്കി, ഇവിടെ കേരളത്തിലെ ഇതര മതസ്ഥരായ സഹോദരങ്ങൾ, ഞാൻ പലപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതര മതസ്ഥരായ ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങൾ പോലും പലപ്പോഴും സപ്പോർട്ടുമായി രംഗത്ത് വരുന്ന കാഴ്ച കാണാം.
അവർ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി അവർ കാണാറേയില്ല എന്നുള്ളതാണ്. നമുക്കിതൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമല്ല, നേരെ മറിച്ച് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു വിഷയമാണ്. സമൂഹത്തിനെ വഴികേടിലാക്കുന്ന ഇത്തരമൊരു പരിപാടി അത് ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയേ മതിയാവും. നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നൊരു പ്രവണതയാണ് സിനിമ എന്ന് പറഞ്ഞൊരു മേഖലയെ അതൊരു ഹലാലാക്കി മാറ്റുന്ന ചില പ്രവണതകൾ പല ആളുകളിൽ നിന്നും കണ്ടുവരാറുണ്ട്. സിനിമ ഹറാമാണ്, അത് കാണരുത്, അത് സമൂഹത്തിന് ദോഷം മാത്രമേ ചെയ്യൂ എന്ന് പലപ്പോഴായി പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുമ്പോൾ ആ പണ്ഡിതന്മാരെ, മുസ്ലിയാക്കന്മാരെ കളിയാക്കുന്ന ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത്. അവരെ സമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുകയാണ്. ഉസ്താദുമാരെന്ന് പറയുമ്പോൾ തന്നെ അത്തരം ആളുകളുടെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാവുകയാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സിനിമ എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്ന മേഖലയെക്കുറിച്ച് ഒരു ഹദീസ് നമുക്ക് കാണാനും സാധിക്കില്ല. എന്നാൽ നേരെ മറിച്ച് കള്ളുകുടിക്കൽ, വ്യഭിചരിക്കൽ, പലിശ കൊടുക്കൽ, മറ്റുള്ള മനുഷ്യന്മാരെ ആക്രമിക്കൽ, മദ്യവും ലഹരിയും മയക്കുമരുന്നുകളുമൊക്കെ ഉപയോഗിക്കൽ ഇസ്ലാമിന് വളരെയധികം കർശനമായിക്കൊണ്ട് നിരോധിച്ച ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഹദീസുകളും കാണാനും സാധിക്കും. എന്നാൽ അത്തരം സിനിമകളിൽ പലപ്പോഴായി കൂടുതലും കാണിക്കുന്നതാകട്ടെ ഇത്തരത്തിൽ ഇസ്ലാം നിരോധിച്ച, ചെയ്യരുത് എന്ന് പറഞ്ഞ പല കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെയാണ് സിനിമ കാണരുത്, അത് ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത്. അത് ചിന്തിക്കാൻ പോലുമുള്ള ബുദ്ധി ഇത്തരം ആളുകൾക്കില്ല എന്നുള്ളതാണ്. സിനിമ കണ്ട് ഇൻസ്പയറായി എത്രയെത്ര ആളുകൾ തെറ്റിലേക്ക് പോയിട്ടുണ്ട്. എത്രയെത്ര ചെറുപ്പക്കാർ ആ സിനിമയിലെ നായകന്മാർ കാണിക്കുന്ന അതിലെ ഹീറോയിസം കാണിക്കാൻ വേണ്ടി അതിൽ കാണിക്കുന്ന മദ്യവും മയക്കുമരുന്നും ലഹരിയുമൊക്കെ അത് കണ്ട് ഇൻസ്പയറായ എത്രയെത്ര ചെറുപ്പക്കാർ ഇത്തരത്തിൽ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. സിനിമയിലെ ആക്രമണങ്ങളും കൊലപാതകങ്ങളും കണ്ടിട്ട് അതേ രീതിയിൽ എത്രയെത്ര കൊലപാതകങ്ങളും ആക്രമണങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അത്തരത്തിൽ വളർന്നു വരുന്ന യുവതലമുറയിലേക്ക് തെറ്റായ പല ചിന്താഗതികളും അവരെ വഴികേടിലാക്കുന്ന പല ചിന്തകളുമാണ് സിനിമ എന്ന് പറയുന്നൊരു മേഖല അവരിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നത്. നമുക്ക് അവസാന കാലഘട്ടത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ഇത്തരം സംഭവങ്ങൾ, ഹറാമിനെ ഹലാലാക്കി മാറ്റുന്ന ഇത്തരം സംഭവങ്ങൾ, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മോട് പറഞ്ഞു വച്ചിട്ടുണ്ട്. അവസാന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ മനുഷ്യന്മാർ പണത്തിനു വേണ്ടി, ഈ ഭൂമിലോകത്തെ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. മതവിധികൾ ലംഘിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇസ്ലാമിക പാശങ്ങൾ ഓരോന്നായി ഉടയ്ക്കപ്പെടും. ഒരു പാശം പൊട്ടുമ്പോൾ ജനങ്ങൾ തൊട്ടടുത്തതിനെ മുറുകെ പിടിക്കും. ആദ്യമായി ലംഘിക്കപ്പെടുന്നത് മതവിധികളാകും, അവസാനത്തേത് നമസ്കാരവും. അവസാന കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു കടുകുമണി തൂക്കം പോലും ഈമാൻ ഉണ്ടാവുകയില്ല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. നമുക്ക് അത്തരത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും മറന്നുകൊണ്ട് ഈ കാണുന്ന ഈ സുഖസൗകര്യങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു സമയം, ആ സമയം വരാതെ ഈ ലോകം അവസാനിക്കില്ല. നിങ്ങൾക്കറിയാം, ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ഉമ്മ, ആ ഉമ്മ സിനിമാ തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങി വന്നതിന് ശേഷം ആ ഉമ്മ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സിനിമ കാണണമെന്ന് ആ ഉമ്മ പറഞ്ഞു വയ്ക്കുകയാണ്. നോക്കൂ, സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിന് ദുആ ചെയ്യാനും പറയുന്നു, ബിഗ് ബോസിൽ കപ്പടിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നു, അള്ളാഹുവിൻ്റെ പേര് വിളിച്ചുകൊണ്ട് സിനിമ കാണാൻ പറയുന്നു. ഇനി നമ്മൾ എന്തൊക്കെ കാണേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.